ചേട്ടാ ആട് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി ചേട്ടൻ എന്തോ കോഴ്സ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഹോഴ്സ് റൈഡിംഗ് കോഴ്സ്, അതെന്ത് കോഴ്സാണ്? ഹോഴ്സ് റൈഡിംഗ് പഠിക്കാൻ വേണ്ടി പോയി, പഠിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പഠിക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. പക്ഷെ പഠിക്കാൻ എളുപ്പമൊന്നുമല്ല അത്. അയ്യോ, വൻ ബുദ്ധിമുട്ടാണ്. അതും പ്രത്യേകിച്ച് ഒരു ബുദ്ധിയില്ലാത്ത സാധനം അത്. ഒരു ബെല്ലും ബ്രേക്കും അതിന് ഒരു ബെല്ലും ബ്രേക്ക് ഒന്നുമില്ല. അതിങ്ങനെ അത് ഒരിക്കലും പോകാനല്ലാതെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ അതിനറിയാം ഇയാൾക്ക് ഈ പണി അറിയില്ല, അതിനറിയും. പിന്നെ അത് നമ്മളേറ്റിട്ട് ഞാനതിൽ എനിക്ക് ഫസ്റ്റ് ഷോട്ടിൽ കുതിരയാണ് വന്ന് ഇറങ്ങി. എന്താ ഭയങ്കര ദേഷ്യത്തിലൊക്കെ വന്ന് ഇറങ്ങി ഡയലോഗ് പറഞ്ഞിട്ട് അതിനേക്കാളും ദേഷ്യത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. ഒരു കടലിന്റെ പക്കത്ത് വലിയ മലയൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എന്നാ പിന്നെ മരിക്കുകയാണെങ്കിൽ ഈ പടത്തിൽ മരിക്കട്ടെ പറഞ്ഞ കാരണം ഒന്നുമില്ലെങ്കിൽ പറയാലോ. ഹരിഹരൻ, MT, മമ്മൂട്ടി പടത്തിൽ സെറ്റിൽ വെച്ച് ഇന്നാൾ മരിച്ചുപോയി. നാളെ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് പറയാൻ അമ്മമാര് കാരണം ജോയിൻ ചെയ്ത് പോയി. നമുക്ക് ചോദിക്കാൻ പറ്റുമോ സാർ എന്റെ വേഷം എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല. ഹരിഹരൻ സാറിൻ്റെ വീട്ട് അവിടെ ചെല്ലുമ്പോൾ എന്നെക്കാളും പൊക്കമുള്ള കുതിരയൊക്കെ വരുന്നത്. വലിയ ലാഡറൊക്കെ വെച്ചാൽ ഞാൻ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് ഞാൻ. അയ്യോ, അതൊരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യാന്ന് പറയുന്നത്. ഷോട്ട് എന്നിട്ട് വന്നിറങ്ങി പിടിച്ചോണ്ട് വന്ന് ചോദിച്ചതാ ഞാൻ. അതായത് സീക്വൻസ് വൈസ് എന്തോ വലിയ സായിപ്പ്മാരായിട്ട് എന്തോ വലിയൊരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് നമുക്ക് വന്ന് നിൽക്കുക അവിടെ. അപ്പോൾ ശരത് കുമാർ, ഇയാൾക്ക് കുതിര പരിപാടി അറിയാം. ശരത് കുമാർ ഈ തമിഴന്മാർ സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ ഫൈറ്റും ഹോഴ്സ് റൈഡിങ്ങും ഡാൻസും ഒക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇയാളൊരു 1.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 200 കിലോമീറ്റർ സ്പീഡിൽ കുതിര ഓടിച്ച് വരണം ശരത് കുമാർ. അവർ വന്ന് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ 2 പേരുടെ നടക്കൂടെ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 275 കിലോമീറ്റർ സ്പീഡിൽ അതിനേക്കാളും ചോര തിളച്ച ഇയാൾ വരുന്നത്. അങ്ങനെയാണ് കഥാപാത്രം. അപ്പോൾ അതിനേക്കാളും സ്പീഡിൽ ഞാൻ വരണം. ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ ശരത് കുമാർ കുതിരയുടെ വലിയ പുലിയാണ് പുള്ളി. അയാളുടെ കുതിര പകുതി വഴിക്ക് വന്നിട്ട് അത് അങ്ങോട്ടേക്ക് വികളിൽ ഇങ്ങോട്ട് വികളയും. അപ്പോൾ നമുക്ക് അവിടെ കിടന്ന് നല്ല വെയിലൊക്കെയാണ്, നമുക്ക് ചൂടാവുന്നുണ്ട്. ഇയാൾ തമിഴ്നാട്ടിൽ എന്ത് വലിയ കുതിരയുടെ ആളെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം 8-10 ടേക്ക് ശരത് കുമാർ കുതിര വരുന്നില്ല അവിടേക്ക്. ശരത് കുമാറിന്റെ കുതിര എത്തിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. ഞാനങ്ങ് ദൂരെ നിൽക്കുക, സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ. ഇപ്പം കാറിലെ ബൈക്കിലൊക്കെയാണ് നമുക്ക് വന്ന് നിൽക്കാതെ. ഇതിന്റെ പുറകോട്ട് അടിക്കുമ്പോഴാണ് ഈ അടിയുടെ വേദനയിലാണ് ഇവൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര അടി കൊടുക്കുന്നോ അത്ര അടിയിലേക്ക് അത് സ്പീഡാവും. പിന്നെ ഒന്ന് കണ്ണടച്ചിട്ട് ഒറ്റ അടിയായി ഞാൻ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇത് ഞാൻ പറഞ്ഞ ശേഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വരുന്നത് ഏതാണ്ട് ഇങ്ങനെയാ. ഇത്ര എത്തി, ഇന്നീ മാർക്ക് എത്തിയിട്ടില്ലേ താഴെ പോയി ഞാൻ. പക്ഷെ മുഖത്തെ ഭാവം വിടാതെ നമ്മൾ അങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഹരിഹരൻ സാറിന്റെ പ്ലാൻ എന്താ വെച്ചാൽ അത്രയും സ്പീഡിൽ ഈ 200 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങി ഡയലോഗും പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് അതേ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് അതിനേക്കാളും സ്പീഡിൽ പോകണം. അപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു സാർ അത്രയും ഒരുമിച്ച് ചെയ്യാൻ എളുപ്പമല്ല, കാരണം ഇറങ്ങി കയറൽ. അപ്പോൾ വന്ന് ഇറങ്ങുന്നത് അവിടെ കട്ട് ചെയ്യണം നല്ലതെന്നൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് വെപ്രാളപ്പെട്ട് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മദ്രാസിൽ മെറിന ബീച്ചിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുതിരപ്പുറത്ത് പിടിച്ച് ഇങ്ങനെ നടത്തൂലേ, അതാണ് ആ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് കുതിരയെ കാണുന്നത് ഞാൻ. അപ്പോൾ ഇതെങ്ങനെ പറയും, ഒരു പിടിയും കിട്ടുന്നില്ല. വേഷം മാറ്റി ചോദിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് നമ്മളിങ്ങനെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് വലിയൊരു ബുദ്ധി തോന്നി. നേരെ അരുൺ സാറാണെങ്കിൽ ശരത് കുമാർ കുതിര വരുന്നില്ല, മമ്മൂട്ടി വരുന്നില്ല, ചൂട് ആകെ മൊത്തം പ്രാന്തായിട്ടിരിക്കുക പുള്ളി. ആ സമയത്ത് ഞാൻ പോയി ചോദിച്ചു, സാറേ ഞാൻ ഈ ശരത് കുമാർ വന്ന ശേഷം മമ്മൂക്ക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുതിരയും പിടിച്ച് നടന്നിങ്ങനെ കാരണം പ്രീവിയസ് ഉള്ള സീൻ നമുക്കറിയില്ല. പ്രീവിയസ് വലിയൊരു സീക്വൻസ് നടന്നിരിക്കുകയാണത്. അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പിണക്കവും ദേഷ്യവും കാണിക്കുന്നത് അത് നമുക്കതറിയില്ലല്ലോ. പുള്ളി എൻ്റെ പുറത്തൊരൊറ്റ അടി തമാശയ്ക്ക് അടിച്ചിട്ട് പറഞ്ഞ പുള്ളി കൈതേരി അമ്പു. പുള്ളി എവിടെ കൈതേരി അമ്പു എന്ന് പറഞ്ഞാൽ ഭയങ്കര വീരശൂര പരാക്രമം, ഞാൻ പറന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അരുൺ സാർ പോയിട്ട് മമ്മൂക്ക എടുത്ത് പറഞ്ഞു. മമ്മൂക്ക എന്നെ അവിടെ നിന്ന് വിളിച്ചു, നീ വന്ന് ഒരു 300 പേര് അപ്പുറത്ത് ഈ വേഷം എനിക്ക് നിൽപ്പുണ്ട്, നാളെ തൊട്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ നിനക്ക് കൊള്ളാം. രാവിലെ കുതിരയുടെ ലോഡ്ജിൽ പോവുക, അതിൻ്റെ പുറത്ത് കയറിയിരിക്കും, ഒരുത്തൻ അപ്പുറത്ത് 1 2 1 2 ഈ 1 2 1 2 ഈ 1 2 1 2 എന്നുള്ള കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നോൺ സിങ്ക് ആവും. നോൺ സിങ്ക് ആകുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകണം, പരിപാടി കയ്യിൽ നിന്ന് പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല, വേദനിച്ച് മനുഷ്യൻ. ഒക്കെ ഒരു അനുഭവമാണ്. കുതിര സവാരിയൊക്കെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ സമയത്ത് കയറി ഇരുന്നാൽ പോവുക. അല്ലെങ്കിൽ വെറുതെ അത് കോഴ്സൊക്കെ പഠിച്ചിട്ടേ 4 മാസത്തെ കോഴ്സും പഠിച്ച് കൈയും കാലും പൊട്ടി